ഹലോ സുഖല്ലേ? മുല്ലാബായി നാട്ടിൽ നിന്ന് കുറെ ബേക്കറി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓർ ഇന്ന് നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പൊ കുറെ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൊണ്ടുവരുന്ന സാധനമാണ് എന്താ ബീഫും പത്തലും. അതില്ലാതെ എന്തല്ലേ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബീഫ് അത് ഈടെ ഇല്ലാക്കി കുറച്ച് കിട്ടുമ്പോണ്ടല്ലോ മോനെ, അത് വേറെ ഒരു മജേട്ടാ. ഡയറ്റിങ് കട്ടക്കന്നെ 5 പത്തല് 6 പത്തല് 7 പത്തല് പത്തലിടുന്നതിന് ഇറച്ചി ഇടുന്നതിന് യാതൊരു കണക്കുമില്ല. ഡയറ്റിംഗ് എല്ലാം അങ്ങ് മാറ്റി വെച്ച് രാവിലെ എണിച്ചിട്ട് നേരെ പണിക്ക് പോയിട്ടാ. പൂച്ചെല്ലാം എസിന്റെ ചെറിയൊരു തണുപ്പ് കിട്ടാനെങ്കിൽ ആ ഡോറിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഭയങ്കര ചൂടുപ്പ്. ഓഫീസിന്റെ സൈഡിൽ ഇവർ കുറെ വിത്തെല്ലാം പാകിയിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ച് ചെറിയ ചെറിയ കൃഷിയെല്ലാം നടത്തുന്നുണ്ട്. അതിന് ക്ഷമാമ പിടിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ക്ഷാമ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാ. റൂമിലൊന്നും വെക്കാത്തതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ കഴിച്ച്. ഇവിടെ നല്ല പട്ടാണി റൊട്ടിയും ദാലും കിട്ടും. പിന്നെ നല്ല ഫ്രഷ് സാലഡും കിട്ടൂട്ടോ. ആ ചൂട് റൊട്ടിയും ആ ദാലും കൂട്ടിയിട്ട് തിന്നുമ്പോണ്ടല്ലോ ഈ ഒരു ദാല് എങ്ങനെ വെക്കേണ്ടതെന്ന് ഇപ്പൊ അവനോട് ചോദിക്കേണ്ടി വരും. ഭയങ്കര ടേസ്റ്റ്. ഗുൽബായ് ആണെങ്കിൽ കമ്പനി വിട്ടു പോവാണ്. മൂപ്പർക്ക് ഷെയ്ക്കാനും കൊടുത്തിട്ട് നമ്മൾ നേരെ പള്ളിയിൽ. ഞാനിപ്പോ പോകുന്ന പള്ളിയിൽ കയറിയെങ്കിൽ വേറെ ഒരു വൈബാന്നിട്ടാ. ഇത് റാസൽ ഗെയിമിലെ പഴയ ഒരു പള്ളിയാന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കുമ്പോണ്ടല്ലോ എന്തോ ഒരു സമാധാനം. ഞാനിപ്പോ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാനും വേഗം പോയിട്ട് കയ്യെല്ലാം കെട്ടി നിസ്കാരം കഴിഞ്ഞ് കുറെയെല്ലാം മരങ്ങളാണ് കേട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര റാത്താണ് ഇടുന്ന് ഇറങ്ങുമ്പോൾ. ആ കാണുന്ന അൽത്തൈബാണ് കേട്ടോ നമ്മുടെ കമ്പനി. പ്രേംബായി കപ്പ ചിപ്സ് ഇടുന്നുണ്ട്. അങ്ങനെ നല്ലൊരു കോഫിയും കുടിച്ചിട്ട് അടയിരുന്ന്. അങ്ങനെ വൈകുന്നേരം റൂമിൽ പോകുമ്പോൾ മമ്മക്ക ഫുൾ സ്നാക്സ് എല്ലാം പൊട്ടിക്കുന്നുണ്ട്. മമ്മക്കാരന് അങ്കൽ അത് തത്ത കൊടുക്കാന്ന്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. തത്ത ഷോൾഡറിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്ന് നല്ല ഫുഡ് ഉണ്ടാക്കാന്നുള്ള തീരുമാനത്തിലാണ്. എന്തിയെ മുട്ടക്കറിയും നല്ല അപ്പവും അതന്നെ. നെല്ലറിന്റെ ദോശ ഇഡ്ലി മിക്സ് വാങ്ങിന്. അതിനെ കൊണ്ട് നല്ല അപ്പം ചുട്ടാലോന്നുള്ള തീരുമാനമാണ്. നല്ല അപ്പവും മുട്ടക്കറിയും മിനിയാന്ന് വെച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പൊ പിന്നെ അതന്നെ വെക്കാന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ നല്ല അപ്പവും മുട്ടക്കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ നല്ല ചൂടപ്പവും ആ മുട്ടക്കറി തിന്നിട്ട് നമ്മൾ കടന്നിട്ടാ കുറച്ച് തത്തക്കും കൊടുത്ത്. അപ്പൊ ഓക്കെ ബൈ.